അപ്പോൾ ഈ അവസാന നിമിഷം വരുമ്പോൾ ഷാനിമോൾ ഉസ്മാനെയും VT ബൽറാമിനെയും മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാൻ VD സതീഷിന് താല്പര്യമുണ്ടായിരുന്നു, അദ്ദേഹത്തിന് ചോയ്സുമായിരുന്നു. എന്നാൽ അത് സാമുദായിക ഇക്വേഷൻസ്, മറ്റ് താല്പര്യങ്ങൾ, മറ്റ് സാമൂഹിക ഘടകങ്ങൾ ഇതെല്ലാം കൂടി വന്നപ്പോഴാണ് ഈ അവസാനത്തെ റോജിയം ജോണിൻ്റെ പേരും OJ ജനീഷിൻ്റെ പേരും KA തുളസിയുടെ പേരും വന്നത്. അപ്പോൾ ഒരേ സമയം ദളിതും വനിത എന്നുള്ളൊരു പരിഗണന തുളസിക്ക് ലഭിച്ചു. അതുകൊണ്ടാണ് തുളസി മന്ത്രിസഭയിലേക്ക് വന്നതും ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കർ ആയത്. എന്നാൽ അതായത് VD സതീശൻ ഇക്കാര്യം പറഞ്ഞു, സോഷ്യൽ ഫാക്ടേഴ്സും റീജിയണൽ ഫാക്ടേഴ്സും ഒക്കെ പരിഗണിച്ചിട്ടാണ് ഈ പട്ടിക തയ്യാറാക്കിയെന്ന് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ. ഞാൻ അതൊരു വന്ന പോയിന്റ് പൂർത്തിയാക്കിയിട്ട് പറയാം. അതായത് 1960 മുതൽ 64 വരെ കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് നഫീസത്ത് ബീവി ഇരുന്നിട്ടുണ്ട്. നഫീസത്ത് ബീവിക്ക് ശേഷം കേരളത്തിലെ ഒരു മുസ്ലിം വനിത ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്ക് വരികയാണ്. വളരെ മനോഹരമായ ഒരു തീരുമാനമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. കാരണം അത്രയ്ക്ക് ഒരു പാരമ്പര്യം. അതിനു മുമ്പ് കായംകുളത്തു നിന്നുള്ള, എൻ്റെ നാട്ടിൽ നിന്നുള്ള കായംകുളത്തു നിന്നുള്ള ഒരു ആയിഷ ബീവി 57 സർക്കാരിൽ ഡെപ്യൂട്ടി സ്പീക്കർ ആയിട്ടുണ്ട്. അപ്പോൾ അത് കേരളത്തിലെ മുസ്ലിം പാരമ്പര്യത്തെ ചോദ്യം ചെയ്യുന്ന, അല്ലെങ്കിൽ മുസ്ലിം പൊതുരാഷ്ട്രീയത്തിൽ മുസ്ലിം വിഭാഗം ചെയ്ത സംഭാവനയെക്കുറിച്ച് ഓർക്കുന്ന ഘട്ടത്തിലൊക്കെ, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഇപ്പോൾ മറ്റു ചില ഭാഷ്യങ്ങൾ ചമയ്ക്കുന്നവർക്കുള്ള ഏറ്റവും മനോഹരമായ മറുപടിയായിട്ടാണ് ഞാൻ ഷാനിമോൾ ഉസ്മാന്റെ ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്കുള്ള കടന്നുവരവിനെ കാണുന്നത്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ ഗ്രൂപ്പ് ഫാക്ടേഴ്സ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ചാണ്ടി ഉമ്മൻ ഇന്നലെ രാത്രി വരെ ഉറപ്പായ മന്ത്രിയായിരുന്നു. ഒരു ഘട്ടത്തിൽ KC വേണുഗോപാലും VD സതീശനും രണ്ടുപേരും മന്ത്രിസ്ഥാനം ഉറപ്പുകൊടുത്ത 2 നേതാക്കളാണ് തഴയപ്പെട്ടത്. അതൊന്ന് VT ബൽറാമും മറ്റൊന്ന് ചാണ്ടി ഉമ്മനുമാണ്. ചാണ്ടി ഉമ്മൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽ നിന്നുള്ള ആളാണ്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന റോജിയം ജോൺ RC ആണ്. RCക്ക് ഓൾറെഡി ഒരു ആൾ ബർത്ത് ഉറപ്പിച്ചതാണ്, അത് സണ്ണി ജോസഫാണ്. അപ്പോൾ RCക്ക് 2 പേരെ പ്രാതിനിധ്യം വന്നു. എന്നാൽ ഈ ഓർത്തഡോക്സ് വിശാലമായ വലിയ കേരളത്തിലെ മധ്യ കേരളത്തിലെ ഏറ്റവും വലിയ സഭകളൊന്നാണ്, അവർക്ക് പ്രാതിനിധ്യം ഇല്ലാതെ വന്നു. അപ്പോൾ ചാണ്ടി ഉമ്മനുമായിട്ടുള്ള ഒരു ഇക്വേഷനിൽ ചില ഒരു അലൈൻമെൻറ്റ് ഇന്നലെ രാത്രിയോടുകൂടി തെറ്റി. അതിനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ സംഭവത്തെക്കുറിച്ച് പറഞ്ഞാൽ, അതായത് മന്ത്രിസ്ഥാനത്തിന് അവകാശവാദം ഉന്നയിച്ച് നിയുക്ത മുഖ്യമന്ത്രിയെ VD സതീശൻ കണ്ടപ്പോൾ അദ്ദേഹം പ്രായോഗികമായ ചില തടസ്സങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ചാണ്ടി ഉമ്മൻ അദ്ദേഹത്തോട് പറഞ്ഞു, അപ്പയുടെ, അത് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കൂടി പേര് വെച്ചിട്ടുള്ള അങ്ങനെ ഒരു വലിയ പ്രചരണത്തിലൂടെ അല്ലേ നമ്മുടെ ഈ സർക്കാർ വന്നത്. അപ്പോൾ അതിനെ ഒന്ന് തിരുത്തി നിയുക്ത മുഖ്യമന്ത്രി. അപ്പോൾ അത്തരം ചില അലൈൻമെന്റ് സംഭവങ്ങൾ ഇതിനിടയ്ക്ക് തന്നിട്ടുണ്ട്. അതോടുകൂടി ഇതിനൊരു ചെറിയ ഡീറെയിൽമെന്റ് വേണമെങ്കിൽ അവർക്ക് നിഷേധിക്കാം. എന്നാൽ അതിന് സാക്ഷികളുണ്ട് ഈ സംഭവത്തിന്. അങ്ങനെയുള്ള ചില മാറ്റങ്ങളാണ് ഈ അവസാന നിമിഷം. അല്ല, പൊളിറ്റിക്കൽ എഡിറ്റർ നിലയിൽ താങ്കളുടെ ഈ വിവരങ്ങളുടെ ആധികാരികതയെ ഞങ്ങൾ സംശയിക്കുന്നില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.